സമൂഹത്തിൽ വിജയിച്ച ആളുകളുടെ കുടുംബത്തിൽ വിജയിച്ച ആളുകളുടെ ചോദിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ഗൂഗിളും യൂട്യൂബും സെർച്ച് ചെയ്യുകയാണ് ചെയ്ത് അവിടെയാണ് ഞാൻ കണ്ടെത്തിയത് നമ്മൾ ഇന്ന് വർക്ക് ചെയ്ത മേഖല, നിങ്ങളൊക്കെ വലിയൊരു വർക്ക് ചെയ്യുന്നതായിരുന്നു. ഈ വർക്ക് ചെയ്ത മേഖല നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുമാനം കിട്ടും. എന്നാൽ ഡയറക്ട് മാർക്കറ്റിംഗ് മോദിക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും. ആദ്യത്തെ ഇത് വളരെ എളുപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല, കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. സ്ഥിരമായിട്ട് മീറ്റിംഗ് പങ്കെടുക്കുക, കാലിക്കറ്റ് മീറ്റിംഗ് സൂറാവട്ടത്തെ പരിചയപ്പെടുന്നത് അവിടുന്ന് ഏകദേശം 2 മാസം കഴിഞ്ഞ ശേഷമാണ്. അതുവരെ ഞാൻ തുടർച്ചയായിട്ട് മീറ്റിംഗ് പങ്കെടുക്കുന്നു. ഞാൻ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല, നിർബന്ധിക്കാൻ ആളുകളില്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് അന്ന് കാലിക്കറ്റ് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. നിരന്തരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്തതിനു ശേഷം സൂറാമേടാണ് എൻ്റെ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ബോധ്യമാകും. അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇതിൽ ചെയ്യേണ്ടത് നിരന്തരമായിട്ടുള്ള മീറ്റിംഗ് തന്നെയാണ്. അത് മുക്കത്ത് മീറ്റിംഗ് ഉണ്ടാവാം, കൊണ്ടോട്ടി മീറ്റിംഗ് ഉണ്ടാവാം, കാലിക്കറ്റ് ഉണ്ടാവാം, എവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ നിരന്തരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടു നിൽക്കേണ്ടി വരും. ആ വിട്ടു നിൽക്കാൻ എപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നോ അവിടെയാണ് സക്സസ് ഉണ്ടായിരുന്നു. നമ്മളിന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്നും ചെറിയൊരു വിടുതൽ അവിടെ വരാൻ സാധിക്കുമെങ്കിൽ എനിക്ക് സക്സസ് ആവാൻ വേണ്ടി സാധിക്കും. ഇവിടെ ആ ഒരു മീറ്റിംഗിൽ സ്ഥിരമായിട്ട് പോയപ്പോൾ എൻ്റെ ഷോപ്പിൽ പല ദിവസങ്ങളും ഷട്ടർ ഇടുന്നതായിരുന്നു. കാരണം ഷോപ്പിൽ ആളില്ല. അങ്ങനെ സ്ഥിരമായിട്ട് പോയപ്പോൾ അവിടെ കാണാൻ പറ്റിയത് വിജയിക്കുന്ന ഒരുപാട് ആളുകളുമായിട്ടാണ്. അവിടെ അവരുമായി കൂട്ടുകൂടിയ സമയത്ത് പതുക്കെ ആദ്യത്തെ വരുമാനം നമുക്ക് 100 രൂപ തന്നെയായിരുന്നു. ആ 100 രൂപ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് കിട്ടിയതാണ്. ഈ 100 രൂപ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയതുപോലെയാണ് തോന്നിയത് ആദ്യത്തെ ദിവസം. ആദ്യത്തെ ആ 100 രൂപ അക്കൗണ്ടിലേക്ക് വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് ആലോചിച്ചാൽ ഞാൻ ഏകദേശം 35 വർഷം അല്ലെങ്കിൽ 40 വർഷമായിട്ട് സ്വന്തം വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിയപ്പോൾ 1 രൂപ പോലെ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു 3000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുവെങ്കിൽ ഇതിന്റെ സാധ്യത അനന്തമാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ കുടുംബത്തിലെ ആളുകളൊന്നും ഷെയർ ചെയ്തെടുത്താൽ അവരിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് സാധ്യമാണ്. ആദ്യമായിട്ടോട് ചെയ്തെന്ത് ചെയ്യുള്ളൂ, എൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോടെ പറഞ്ഞ സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. അത് പറഞ്ഞ് ഒഴിവാക്കാൻ ഒരു കാരണം എനിക്ക് സമയമില്ല. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ എൻ്റെ ഷോപ്പിലായിരുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ സുഹൃത്തുക്കൾക്ക് പലർക്കും 5 ലക്ഷം 25 ലക്ഷം വരെ നഷ്ടപ്പെട്ടാണത് അന്ന് എൻ്റെ അറിവിലുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഇതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല വന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉടായ്പാണ്, തട്ടിപ്പാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ മാറുന്നത്. പക്ഷെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിൽ എനിക്ക് 1 രൂപ പോലും നഷ്ടം വരുന്നില്ല. ഞാൻ കാരണമായിട്ട് മറ്റൊരാൾക്ക് 1 രൂപ പോലും നഷ്ടം വരികയില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നാട്ടുകാരോടും സുഹൃത്തുക്കളോടൊന്നും പോയി പറയാൻ വേണ്ടി ചെയ്യാറുണ്ട്. പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നതാണ്, സ്വന്തം വീട്ടിലേക്ക് എല്ലാവർക്കും വേണം മല്ലിപ്പൊടി വാങ്ങാം, മുളക് പൊടി വാങ്ങാം, സോപ്പ് വാങ്ങാം, പേസ്റ്റ് വാങ്ങാം. ഇതൊന്നും മാറ്റി മോദിക്കർ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ ഇന്ന് നമ്മൾ സാധാ മാർക്കറ്റ് കിട്ടുന്നതിനേക്കാളും വില പറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മോദിക്കർ ഷോപ്പിൽ കിട്ടുക. അപ്പൊ ഇത് പറഞ്ഞാൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലേ. കുടുംബത്തിൽ കൊണ്ട് ആദ്യമാർ പറഞ്ഞു. അപ്പൊ പറഞ്ഞത് തെറ്റാണ്, തട്ടിപ്പാണ്, തരികയാണ്, ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട് മാറ്റി നിർത്തും. അപ്പൊ ഞാൻ ആലോചിച്ചു, എനിക്ക് 1 രൂപ നഷ്ടം വരുന്നില്ല, ഞാൻ കാരണമായിട്ട് മറ്റൊരാൾക്കും 1 രൂപ നഷ്ടം വരുന്നില്ല. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ എന്ത് കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെങ്കിൽ അവരെ എന്നെ എല്ലാത്തിനും എടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോഴും അവരും ഇത് തന്നെ പറഞ്ഞു. മാത്രമല്ല അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ വരെ തയ്യാറ്, പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. 17 വർഷമായിട്ടും ഞാൻ എൻ്റെ ഷോപ്പിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ബൈക്ക് പോലെ മാറ്റാൻ സാധിക്കാതിരുന്ന എനിക്ക് ഇതിലെങ്കിലും വിജയിക്കാൻ പറ്റുമെന്ന് തെളിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് കരുതിക്കൊണ്ട് നിരന്തരം വീണ്ടും നെഗറ്റീവ് കിട്ടുന്നതനുസരിച്ച് നിരന്തരമായിട്ട് പ്രോഗ്രാമിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നത്. അങ്ങനെ നിരന്തരമായിട്ട് പ്രോഗ്രാമിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പോലും അറിയാതെ ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ടീം വരികയാണ്. ഇതൊക്കെ എങ്ങനെ പരിചയപ്പെട്ടുവെന്നോ എങ്ങനെ കണക്ട് ചെയ്തെന്നോ എനിക്കറിയില്ല. ഇവരൊക്കെ പരിചയപ്പെട്ട ആളുകളാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നിരന്തരമായിട്ടുള്ള പ്രോഗ്രാമുകൾ, എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടെയൊക്കെ നിരന്തരമായിട്ട് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എനിക്ക് ടീമംഗങ്ങളാവുകയും ഇന്ന് എന്റെ വരുമാനം നമ്മുടെ ഏകദേശം നിയർ അബൌട്ട് 86,000 രൂപ വരെ കാറെടുക്കാൻ ഏകദേശം 16 ലക്ഷം 20 ലക്ഷം രൂപ വരെ വരുന്ന ഉണ്ടായ ക്രെറ്റ കാർ പർച്ചേസ് ചെയ്യാനും 19,500 യഥാർത്ഥത്തിൽ തന്നെ വില വരുന്നത്. 20 ലക്ഷത്തോളം രൂപ വരെ വരുന്ന ഉണ്ടായ ക്രെറ്റ കാർ എടുക്കാൻ സാധിച്ചു. ഇത് പറഞ്ഞിട്ട് ഇത് തട്ടിപ്പല്ല, ഇതിൽ കാർ എടുക്കാൻ പറ്റും, ഇതിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എന്റെ അക്കൗണ്ടിലേക്ക് വന്ന് വരുമാനം ഞാൻ കാണിച്ചു കൊടുത്തു. 86,000 സംതിങ് രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതും കാണിച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞെന്തായോ, നീ അങ്ങനെയാണെങ്കിൽ നീ നാട്ടിലുള്ള വേറെ ആൾക്കാർക്ക് കാർഡ് കാണിച്ചു കൊടുക്കും. നിന്റെ കൂടെ കുറെ ആളുകളില്ലേ, അവർക്ക് കാർഡ് കാണിച്ചു കൊടുക്കും. 1 മാസം കഴിഞ്ഞിട്ടില്ല എന്റെ കൂടെ വന്ന് 2 പേർക്ക് കാർഡ് കാണിച്ചു കൊടുക്കും. ഒന്നിന്റെ സർവദീൻ സാർ എന്റെ നാട്ടിലാണ് അവൻ മെഡിക്കൽ ഷോപ്പ് എടുത്തത്. അവര് കാർഡ് കാണിച്ചു. എന്നിട്ട് എന്റെ സുഹൃത്തിനോട് പോയി പറഞ്ഞു,
ഇതാ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ കൂടെ വന്ന ആൾക്കുന്നുണ്ട് കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇനി ഞങ്ങൾ ആരോട് പറയാനാണ്, ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആളുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെ കൂടെ വന്ന ആളുകൾ നമ്മുടെ കുടുംബക്കാർ പക്ഷേ നമ്മളെ കൂടെ വരണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ 136 കോടി ജനങ്ങളുണ്ട്. ഈ 136 കോടി ജനങ്ങൾ എല്ലാ ഡയറക്ട് മാർക്കറ്റിന്റെ മേഖല കൂടി നോക്കിയാലും 1% പോലും ആയിട്ടില്ല. അതായത് 136 കോടി ജനങ്ങളിൽ 1,36,00,000 ആളുകൾ പോലും ഈ മേഖലയ്ക്ക് വന്നിട്ടില്ല. വരാൻ അത്രമാത്രം സാധ്യതകളാണ് ഈ മേഖലയുണ്ട്. പ്രത്യേകിച്ച് മോദിക്ക് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇതിൽ ക്യാഷ് കൊടുക്കുന്നുണ്ടോ? 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരുന്നില്ല. മാത്രമല്ല നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തു ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമെന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് നഷ്ടം വരുന്നില്ലെങ്കിൽ പിന്നീട് മറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കണ്ട. ഇനി മറ്റുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അവർ പറയാണ് ഇത് വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അവർ വിജയിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും മേഖലയിൽ അവർ വിജയിച്ചിട്ടുണ്ടോ നോക്കുക. എന്നാൽ ഇവിടെ സുറാമേടെ പറയുമ്പോൾ, ജിതു സാറ് പറയുമ്പോൾ, വിജയ് സാറ് പറയുമ്പോൾ ഇവർ വിജയിച്ച് കാണിച്ചിട്ട് അവരെ കൂടെ വന്ന ആളുകൾ വിജയിച്ച് കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇവർ പറയുന്നത് കേൾക്കണോ, എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾ എന്റെ കുടുംബങ്ങൾ പറയുന്ന ഇവർ വിജയിക്കാതെ ഇവർ പറയുന്നത് കേൾക്കണോ? ഈ ഒരു തീരുമാനം എടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യമാണെന്നില്ല. ഈ ഉൽപ്പന്നം നമ്മുടെ വീട്ടിലേക്ക് ഉൽപ്പന്നം വാങ്ങുന്നത് എന്തായാലും എല്ലാവരും വാങ്ങി ഉപയോഗിക്കും. ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എന്ത് ചെയ്തു, എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, മാറ്റി നിർത്തുക. ഇദ്ദേഹത്തോട് പറയാം മാറ്റി നിർത്തുക, ഇദ്ദേഹത്തോട് പറയാം മാറ്റി നിർത്തുക, ഇവരോട് പറയാം ഇവർ കേട്ടിട്ടില്ല മാറ്റി നിർത്തുക. തൊട്ടടുത്ത ആളോട് പറയുമ്പോൾ ഒരു പക്ഷെ അവര് നമ്മളെ കൂടെ വരും. മാത്രമല്ല ഇത്രയും ആളോട് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവരോട് പറയുന്നുണ്ട് എങ്കിൽ അതിനാണ് സങ്കുറ്റം പറയാ. സങ്കുറ്റമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ വിജയിക്കാനും സാധിക്കുന്നത്. കാരണം ഇത്രയും ആളോട് പറഞ്ഞിട്ട് ഇത്രയും ആളെ നെഗറ്റീവ് പറഞ്ഞിട്ടും ഞാൻ അത് അവരോട് പോയി പറയാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത്രമാത്രം ഞാൻ ഈ മേഖലയെ വിശ്വസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ മേഖലയെ ശക്തമായിട്ട് ഇറങ്ങി തിരിച്ച് ഒരാൾക്ക് പോലും വിജയിക്കാതെ മുന്നോട്ട് പോയിട്ട് വരും. നാളെ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് ആരും വരികയും വേണ്ട. കുറച്ച് സമയം എടുക്കും. ഒരു മരം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കേണ്ടതുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് കഴിക്കും അതിന് ഫ്രൂട്ട്സ് കിട്ടും. അതിന് ഫ്രൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാലോ നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കി എനിക്ക് വീട്ടിലിരുന്നാൽ മതി. വീട്ടിലിരുന്നുകൊണ്ട് എന്റെ മൊബൈൽ വെച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാ മാസം 1.5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരും. കാരണം എന്തുകൊണ്ടോ പല്ല് തേക്കുന്ന കുളിക്കുന്ന അലക്കുന്ന ആളുകൾ കേരളത്തിലെ പല ഭാഗങ്ങളും കുറഞ്ഞ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ എത്ര കാലം പല്ല് തേക്കുമോ, എത്ര കാലം കുളിക്കുമോ, എത്ര കാലം അലക്കുമോ അത്ര കാലം എന്റെ അക്കൗണ്ടിലേക്ക് ചെയ്യും ക്യാഷ് വന്നുകൊണ്ടിരിക്കും. കാരണം ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എന്ത് തന്നെ ആയാൽ വേണം പല്ല് തേക്കുക. പല്ല് തേക്കുന്ന ആളുകളല്ല എല്ലാവരും. പല്ല് തേക്കാൻ ഏതെങ്കിലും പേസ്റ്റ് വാങ്ങണം. ഇന്ന് സാധാ മാർക്കറ്റിൽ പോയി ഗോൾഗേറ്റ് പേസ്റ്റ് ചോദിച്ചു നോക്കാം, 69 രൂപ വില കൊടുക്കണം. ക്ലോസപ്പ് എടുത്ത് നോക്കാം, 69 രൂപ വില കൊടുക്കണം. നിങ്ങൾക്ക് ഫ്രഷ് മൊമെന്റ് പേസ്റ്റ് ചെയ്യുന്നു വേണ്ട, ഫ്രഷ് മൊമെന്റിന്റെ സാധാ വില കുറവ് പേസ്റ്റ് ചെയ്യുന്നു. ഇത് MRP 54 രൂപ വരുന്നു. MRP തന്നെ 54 രൂപ. ഇന്റർനാഷണൽ ക്വാളിറ്റി മണി ബാക്ക് ഗ്യാരണ്ടി ഇതിന്റെ ചെയർമാൻ ഇന്നലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഐ പേഴ്സണലി ഗ്യാരണ്ടി ഫുൾ റീഫണ്ട് ഓഫ് യുവർ മണി ഇഫ് യു ആർ നോട്ട് 100% സാറ്റിസ്ഫൈഡ് വിത്ത് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വാളിറ്റി ഇല്ലെങ്കിലല്ല, ക്വാണ്ടിറ്റി ഇല്ലെങ്കിലൊന്നല്ല. നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, സംതൃപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് സംതൃപ്തി എന്ന് നിങ്ങൾക്ക് അറിയോ, ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി, ഇദ്ദേഹം ബിരിയാണിയെ കഴിക്കില്ല, ഇദ്ദേഹമാണ് ബിരിയാണി കഴിക്കുകയും ചെയ്യും. ഞാൻ ഇവരോട് 2 പേരോട് പറയുകയാണ്, ഞാൻ എന്റെ ബിരിയാണി, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച ശേഷം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾ മുഴുവൻ ക്യാഷും റീഫണ്ട് തരാം. ക്വാളിറ്റിക്കോ ക്വാണ്ടിറ്റിക്കോ അല്ല, സംതൃപ്തിക്ക് ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ ആ ചെയർമാനെ ചങ്കൂറ്റം എത്രമാത്രം ഉണ്ടായിരുന്നു തരാം. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വിദ്യാർത്ഥി 100% ഉറപ്പാണ്. എന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന സംതൃപ്തിക്ക് ഗ്യാരണ്ടി ഇങ്ങനെ എഴുതി വെക്കുന്ന ലോകത്തിൽ തന്നെ ഒരേ ഒരു കമ്പനിയാണ്. അതിന്റെ പേരാണ് മോദി. അതുപോലെ നിങ്ങൾ പല്ല് തേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് മൊമെന്റ് വേസ്റ്റ് ആയിട്ട് ഇന്ത്യ ലോക്കൽ വേസ്റ്റ് വാങ്ങുന്നില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്റെ അനുഭവം തന്നെ പറയാം. ചെറുപ്പകാലങ്ങളിൽ മുതൽ എന്റെ ഉമ്മ പറയാറുണ്ട് പല്ല് തേക്കണം, രാവിലെ വൈകുന്നേരം പല്ല് തേക്കണം. പല്ല് തേക്കില്ല എന്ത് സംഭവിക്കും? പല്ല് കേടുവരും. ഈ കേട് വരാതിരിക്കാൻ പല്ല് തേച്ചതിന് 35 വയസ്സായപ്പോ കേട് വരാത്ത പല്ലില്ലായിരുന്നു. പിന്നെ എന്തിനാണ് പല്ല് വെച്ച്? ഞാനപ്പം നോക്കി കാണുന്നു മാർക്കറ്റിലൊക്കെ ചാർജ് ചെയ്യുന്ന അണ്ണന്മാരുണ്ട്, അവർ പല്ലേ തേക്കാറുണ്ട്. അവർക്ക് ഒരു പല്ല് തേക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അവർ പല്ല് തേക്കുന്നത്. ഇതുവരെ ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ ഒരു അണ്ണനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ മലയാളത്തിൽ പോയി പോയിരുന്നു. മലയാളത്തിൽ 2 നേരം തേക്കും, 3 നേരം തേക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ഗോൾഗേറ്റും ഗ്ലോസപ്പും പതഞ്ജലി സിബാക്കും നമ്പൂരിസും ഒക്കെ നമ്മളെ പല്ല് തേക്കാനും വേണ്ടി പേസ്റ്റ് തന്നുകൊണ്ട് നമ്മളെ പല്ലിന് കേട് വരുത്തിയാണ്. എന്നിട്ടോ
പല്ല് കേട് വന്നാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകും. അവിടെ ഡെന്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ കൊടുത്തോണ്ടിരുന്നത് ചിലപ്പോൾ 500 രൂപ. അവർ പറയുന്നത് ഇതുവരെ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കേണ്ട, സെൻസോഡിയം പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ആ സെൻസോഡിയം പേസ്റ്റ് 100 ഗ്രാം വാങ്ങണമെങ്കിൽ അതിന് നീല പേസ്റ്റ് വരുന്ന വില എത്രയെന്നറിയോ? 200 മുകളിൽ വരും. സെൻസോഡിയം പേസ്റ്റ്, നീല പേസ്റ്റ്. സെൻസോഡിയം പേസ്റ്റും നമ്മുടെ ഈ പേസ്റ്റ് പോലെ 4 കളർ പേസ്റ്റ് കിട്ടും. ഇത് 3 കളറാണ്, 4 കളർ പേസ്റ്റ്. പച്ച അതിന് നീല കളർ പേസ്റ്റ് എത്ര വരുന്നതോ 200 മുകളിൽ വരുന്നു. അതിലേറെ ക്വാളിറ്റി ഇല്ല, സൈറ്റുകളും സ്പെഷ്യൽ ക്വാളിറ്റിയും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫ്രഷ് പ്രിന്റ് അടങ്ങിയിരിക്കുന്ന ഈ പേസ്റ്റ് വരെ കിട്ടുന്ന എത്ര അറിയാം? നിങ്ങൾക്ക് ആകെ വരുന്നത് 85 രൂപ വരുന്നുള്ളൂ. അതിന് നിങ്ങളൊരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാം. നേരത്തെ പറഞ്ഞാൽ ലോക്കൽ പേസ്റ്റ് ആയി കോൾഗേറ്റിന്റെ അതേ വിലക്ക് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് 70 രൂപക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും കാലം ഈ മാത്രമല്ല, നിങ്ങൾ മോദിക്കന്റെ ഷോപ്പിൽ നിന്ന് ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വില 42 രൂപയാണ്. ഈ 42 രൂപക്ക് നിങ്ങൾക്ക് എല്ലാ കമ്പനിക്കും പേസ്റ്റ് തരാൻ പറ്റും. കോൾഗേറ്റ് തരാൻ പറ്റും, ക്ലോസറ്റ് തരാൻ പറ്റും, പതഞ്ജലിക്കും സിബാക്കും ഈ സെൻസോഡിയം പേസ്റ്റ് പോലും 42 രൂപക്ക് നമുക്ക് തരാൻ പറ്റും. പക്ഷെ തരാത്തതിന് കാരണം എന്താണെന്നറിയോ? ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിലെത്തുന്ന കമ്പനി മുതൽക്ക് നമ്മുടെ കയ്യിലെത്തുന്നതിനിടയിൽ ഇടനിലക്കാരും പരസ്യക്കാരായിട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി കമ്പനി ഏകദേശം 60% മാറ്റി വെക്കുന്നു. ഒന്നുകൂടി റിസ്കായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 100 രൂപയുടെ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ 60 രൂപയും കൊണ്ടുപോകുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. സുഹൃത്തുക്കൾ എവിടെ ഇരിക്കുന്ന ആളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ 100 രൂപയുടെ കേസിൽ 60 രൂപ ഈ ഇടനിലക്കാർക്ക് പരസ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയുടെ ഉൽപ്പന്നം നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നം സാധാ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ 600 രൂപയാണ് ഈ ഇടനിലക്കാർ പരസ്യക്കാർ കൊണ്ടുപോകുന്നത്. 1 ലക്ഷം രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുന്ന സങ്കല്പിച്ച് നോക്കാം, 60,000 രൂപയും കൊണ്ടുപോയാലോ ഈ ഇടനിലക്കാരും പരസ്യക്കാരും. അതുകൊണ്ടാണ് അവർ വലിയ വീടെടുത്തത്, വലിയ കാറെടുത്തത്, ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നത്. കാരണം ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലൊന്നും ഇത് പരസ്യം ചെയ്യുക എന്നല്ലാതെ ആരും അത് ഉപയോഗിക്കാറില്ല. ഇപ്പഴും മോഹൻലാൽ പറയുന്നുണ്ട്, ഉയരം കൂടുന്തോറും സ്വാദ് കൂടും. കണ്ണന്റെ ടീയെ കുറിച്ചിട്ട് അദ്ദേഹത്തോട് ആരോഗ്യവാസിന്റെ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എത്ര ഗ്ലാസ് ചായ കുടിക്കാറുണ്ട്? അദ്ദേഹം പറഞ്ഞു, 35 വർഷമായിട്ട്. ഒരു കാര്യം കൂടി അടിവരട്ട് പറയുകയാണ്, 35 വർഷമായിട്ട് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചായ കുടിക്കാൻ ഇദ്ദേഹമാണ് നമ്മുടെ ചായ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്നത്. അതായത് ഈ പരസ്യത്തിന് ക്യാഷ് വാങ്ങിക്കൊണ്ട് അവർ ആരോഗ്യത്തോട് ജീവിക്കുന്നു. അവരെന്ത് ചെയ്യും? മമ്മൂട്ടി പറയുന്നു, ഈ സോപ്പാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. കുറച്ചു കാലം മുമ്പ് ഇന്ദുലേഖ സോപ്പ്, ഈ ഇന്ദുലേഖ സോപ്പ് വരുന്നതിന് മുമ്പേ അദ്ദേഹം ലാഭം ലഭിക്കാം. പിന്നീട് ഇന്ദുലേഖ സോപ്പ് വെച്ചിട്ടാണ് ലാഭം. അതായത് ഞാൻ പറയുന്നു, ഇവരൊന്നും ഉപയോഗിക്കാറില്ല എന്നല്ല. ഞാൻ തീരുമാനമെടുത്ത് 2019 പിന്നെ ലെക്സിന്റെ ഒരു പരസ്യം ഇത് കഴിഞ്ഞ ഞാൻ തീരുമാനമെടുത്തു, എന്റെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഞാൻ മോദിക്കന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങി. ഈ ഷോപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുള്ളൂ. ഈ ഒരൊറ്റ തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളൂ. എന്റെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? മോദിക്കന്റെ ഷോപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കുള്ളൂ. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എന്റെ കയ്യിൽ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വരുമാനം വരുന്നത്. കാറെടുത്തിരിക്കുന്നത്, കൂടെ വന്ന ആളുകൾക്ക് കാറെടുത്തിരിക്കുന്നത്. ഇവിടെ കുറെ ആളുകൾ ഈ ചിന്താഗതി മാറ്റി വെക്കുകയാണ്. മാത്രമല്ല, ഇതിനുവേണ്ടി നിങ്ങൾ മാറ്റി വരുത്തുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നു, 4 വർഷമായിട്ട് ഞാനോ എന്റെ ഭാര്യയോ മക്കളോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു വിഷയം വന്നിട്ടില്ല. ഈ സാധാ മാർക്കറ്റിൽ ഇടുന്ന കെമിക്കൽ കാണുന്ന ഉൽപ്പന്നങ്ങൾ കുറച്ചു കാലം മുമ്പ് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 75 ബ്രാൻഡ് മസാലകളിലാണ് മായം കലർന്നിരിക്കുന്നത്. ഈ മായം കലർന്ന മസാലകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുമെന്ന് ടെസ്റ്റ് കണ്ടെത്തുകയാണ്. നിങ്ങളിവിടെ സാധാ സൂപ്പർ മാർക്കറ്റ് ചെല്ലുക. സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് അവിടെ മസാലകളൊന്ന് എല്ലാ കമ്പനിയുടെ മസാലകൾ എടുത്തു വെക്കുക. നിങ്ങൾക്ക് ആകെ മാക്സിമം പോയാൽ 7 കമ്പനിയുടെ മസാലകൾ കണ്ടെത്താൻ പറ്റുള്ളൂ. അവിടെയാണ് കേരളം കണ്ടെത്തിയിരിക്കുന്നത് 75 ബ്രാൻഡ് മസാലകളിൽ കണ്ട് മായം കലർന്നിട്ടുണ്ട്. ഈ വാങ്ങിയത് വാങ്ങാനിരിക്കുന്നതൊക്കെ പക്ഷെ അവിടെ നമുക്ക് അഭിമാനിക്കാൻ പറ്റും. അത് ആരില്ലാന്നറിയോ? മോദിക്ക കമ്പനിയുടെ മസാലകളില്ല. നല്ലൊരു കാര്യം എന്ത് ചെയ്യും? ഈ മോദിക്ക കമ്പനി മസാലകളില്ല, അതിലില്ല. നമുക്കൊരു സംശയം വന്നു, ഇത് ഞാൻ അവർ പുറത്തുവിടേക്കാണോ, നമ്മുടെ കമ്പനി എന്ത് ചെയ്യാണ്, ഇവരുമായി ടൈപ്പ് ചെയ്തിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അന്വേഷിച്ചു കിട്ടിയത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ നിങ്ങളുടെ മസാലകളിലില്ല, ഈ പറയുന്ന മായങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഒരേ ഒരു കമ്പനി ബ്രിട്ടനിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടനിൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ സാധാ മറ്റു രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്യുന്നത് പോലെയല്ല. അത്രമാത്രം ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ബ്രിട്ടനിൽ കമ്പനിക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബ്രിട്ടനിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡാൻസർ കമ്പനി ബ്രിട്ടനിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മോദിക്ക കമ്പനി. കാരണം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത്രമാത്രം ഉണ്ടെന്നുള്ള. അപ്പൊ ഇത്ര നല്ല ക്വാളിറ്റിയുടെ ഉൽപ്പന്നങ്ങളാണ്
നിങ്ങളിലേക്ക് വെച്ചിരുന്നത് ഏതൊരാൾക്കും ഇതിലൂടെ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണെന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോലി ചെയ്യാറുണ്ട്, നമ്മൾ ജോലി ചെയ്തൊരു പാർട്ടായിട്ട് ചെയ്താൽ മതി. നമ്മൾ ചെയ്ത ജോലിയുടെ പാർട്ടായിട്ട് എന്ത് ചെയ്യാം, കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ സീരിയൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്താൻ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാം. എനിക്ക് ഈ കാലങ്ങളിൽ ഓർമ്മ വന്നതാണ്, ഒരു വീഡിയോ കണ്ട സമയത്ത് അതിൽ ഒരാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കും. ഒന്നുകിൽ നിങ്ങൾ പണക്കാരായിട്ട് മാറും, അല്ലെങ്കിൽ പരമദരിദ്രരായിട്ട് മാറും. അത് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ, നിങ്ങളിപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 290 രൂപ അതിന് കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ 300 രൂപ അതിന് കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വരുമാനത്തിന് തോന്നിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2019 വരുമാനം ഇപ്പൊ സുറാമേടൊക്കെ പരിചയപ്പെടുത്തി 2019 ഇവരോട് ചോദിച്ചു, ആദ്യം ചോദിച്ചു നിങ്ങൾക്ക് എത്രയാണ് ഇതിന് വരുമാനം കിട്ടുന്നത്. അപ്പൊ അവരോട് പറഞ്ഞു 2019 ജനുവരി പറഞ്ഞു 12,500 രൂപയാണ് എന്റെ വരുമാനം. നിങ്ങൾക്കോ 2019 വരുമാനം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾ നിൽക്കുന്ന 2024 ജൂണിലാണ്. അന്നുള്ള വരുമാനത്തിൽ എത്രമാത്രം വർധനവുണ്ടായിരുന്നു ആലോചിച്ച് നോക്കും. അവിടെയാണ് നമ്മൾ മോദിക്കൊക്കെ ആത്മാർത്ഥമായി ഏറ്റെടുക്കുക. 2019 വരുമാനത്തിൽ ഒരു 10,000 കൂടി ഒരാൾ പോലെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നുള്ള വരുമാനം തന്നെ ആയിരിക്കും ഇന്നുണ്ടായിരിക്കുക. പക്ഷെ ചെലവോ അന്നുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയിലധികമാണ് ചെലവ് കൂടിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മോദിക്കൽ ആത്മാർത്ഥത എടുക്കുക. സൂറാമയുടെ മോദിക്കൽ ആത്മാർത്ഥത എടുത്തപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 2.5 ലക്ഷം രൂപയാണ് പെർ മന്ത് വരുന്നത്. 2.5 ലക്ഷം രൂപ വാങ്ങുന്ന ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കും. നമ്മൾ എന്തായാലും വേണം പല്ല് തേക്ക് കുളിക്കാനൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. ആ ഉൽപ്പന്നങ്ങൾ മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് മാറ്റിക്കാൻ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമ്മളിപ്പോ വേസ്റ്റ് ചെയ്തിരുന്ന കുളിക്കുന്ന അരക്കുന്ന ആളുകൾ തൊട്ടടുത്തുണ്ടോ, അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിന് വിശദമായിട്ടായിരിക്കും ഞങ്ങൾ കാണുന്നത് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് കമ്പനി തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചിട്ട്